ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് പ്രോജക്റ്റ് ആണ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആംഗുലർ പ്ലസ് ഡോട്ട് നെറ്റ് കോർ. സോ ഡോട്ട് നെറ്റ് കോർ ആണ് നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ് നമുക്ക് ഡോട്ട് നെറ്റ് കോർ എന്ന് പറയുന്നത്? സോ ഡോട്ട് നെറ്റ് കോർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ആരാണ് ഡെവലപ്പ് ചെയ്ത് ഡോട്ട് നെറ്റ് കോർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുന്ന പറയാം, നമുക്ക് ആൻഡ്രോയിഡ്, iOS, ലിനക്സ് അങ്ങനെ പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഡോട്ട് നെറ്റ് വെച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഡോട്ട് നെറ്റ് വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡോട്ട് നെറ്റ് കോർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓപ്പൺ സോഴ്സ് ഇംപ്ലിമെന്റേഷൻ യൂസിങ് MIT ആൻഡ് Apache 2 ലൈസൻസസ് ആണ്. ഡോട്ട് നെറ്റ് കോർ ഇസ് എ ഡോട്ട് നെറ്റ് ഫൗണ്ടേഷൻ പ്രോജക്റ്റ് ആൻഡ് ഈസ് അവൈലബിൾ ഓൺ GitHub. പിന്നെ അതുപോലെ തന്നെ ഡോട്ട് നെറ്റ് കോറിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് വിൻഡോസ്, ലിനക്സ്, മാക് OS അങ്ങനെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഡോട്ട് നെറ്റ് കോർ വെച്ചിട്ട്. With the supported operating systems, CPUs and application scenarios will grow over time provided by Microsoft, other companies and individuals. So different operating systems നമുക്ക് ഈ ഡോട്ട് നെറ്റ് കോർ വെച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോട്ട് നെറ്റ് കോറിൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബാക്ക് എൻഡ് സൈഡിലാണ്. കാരണം നമുക്ക് ബാക്ക് എൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡ് സൈഡ് ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ റിയാക്ട് ഉണ്ട്, ആംഗുലർ ഉണ്ട്, Vue.js അങ്ങനെ പല ഫ്രെയിംവർക്ക്സ് ഉണ്ട്. ഇപ്പോൾ ബാക്ക് എൻഡിൽ നമുക്ക് ജാങ്കോ ഉണ്ട്, ഫ്ലാസ്ക് ഉണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഡോട്ട് നെറ്റ് കോർ. ഡോട്ട് നെറ്റ് കോർ നമുക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ ബാക്ക് എൻഡ് ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ഡിപ്ലോയ്മെൻ്റ് ആണ്. അതായത് നമുക്ക് ഫ്രെയിംവർക്ക് ഡിപ്പെൻഡൻറ്റ് ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്, സെൽഫ് കണ്ടെയ്ൻഡ് ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ഡിപ്ലോയ്മെൻ്റ് ആണ് ഡോട്ട് നെറ്റ് കോറിനകത്ത് വരുന്നത്. ഇപ്പോൾ കമാൻഡ് ലൈൻ ടൂൾസ് എന്ന് പറയുന്നത് ഓൾ പ്രോഡക്റ്റ് സിനാരിയോ ക്യാൻ ബി എക്സസൈസ് അറ്റ് ദ കമാൻഡ് ലൈൻ. കോമ്പാറ്റബിൾ എന്ന് പറയുന്നത് ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിനകത്ത് Xamarin ആൻഡ് മോണോ. Xamarin എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടിയാണ്. അത് യൂസ് ചെയ്യുന്നത് ഡോട്ട് നെറ്റ് സ്റ്റാൻഡേർഡ് ലൈബ്രറി വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ മോഡ്യുലാർ എന്ന് പറയുന്നത് ന്യൂഗെറ്റ് എന്ന് പറയുന്ന ഒരു അസംബ്ലി പാക്കേജസ് ആണ്. അതായത് നമ്മളുടെ ഈ നോഡ് മോഡ്യൂൾസിൽ ഇപ്പോൾ നമ്മൾ റിയാക്റ്റിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യില്ല, അതുപോലെ നമുക്ക് ന്യൂഗെറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ അസംബ്ലി പാക്കേജ് വെച്ച് നമുക്ക് ഡോട്ട് നെറ്റ് കോറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അസംബ്ലി ദാറ്റ് കണ്ടെയ്ൻസ് മോസ്റ്റ് ഓഫ് ദ കോർ ഫംഗ്ഷനാലിറ്റീസ് ആണ്. ഓക്കെ, ഡോട്ട് നെറ്റ് കോർ എന്ന് പറയുന്നത് ഒരു കോർ സംഭവമാണ്. കോർ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഡോട്ട് നെറ്റ് കോർ പ്ലാറ്റ്ഫോം ഒന്ന് പറയുന്നത് ഡോട്ട് നെറ്റ് റൺ ടൈം ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ടൈപ്പ് സിസ്റ്റം, അസംബ്ലി ലോഡിംഗ്, എ ഗാർബേജ് കളക്ടർ, നേറ്റീവ് ഇൻട്രോപ്പ് ആൻഡ് അതർ ബേസിക് സർവീസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫണ്ടമെന്റൽ ലൈബ്രറീസ് ലൈക്ക് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്, ആപ്പ് കോമ്പോസിഷൻ ടൈപ്സ് ആൻഡ് ഫണ്ടമെന്റൽ യൂട്ടിലിറ്റീസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രീ റിക്വസൈസ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് സപ്പോർട്ടഡ് വിൻഡോസ് വെർഷൻ വേണം. വിൻഡോസ് 7 അത് ലേറ്റസ്റ്റ് വേണം. പിന്നെ വിൻഡോസ് സെർവർ യൂസ് ചെയ്യുകയാണെങ്കിൽ 2008, 2012, 2016 ഒക്കെയാണ് അതിൻ്റെ വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻസ്. പിന്നെ അതിൻ്റെ ഡിപ്പെൻഡൻസീസ് പറയുന്നുണ്ട്. ഇഫ് യു ആർ റണ്ണിങ് യുവർ ഡോട്ട് നെറ്റ് കോർ ആപ്ലിക്കേഷൻ ഓൺ വിൻഡോസ് വെർഷൻസ് ഏർലിയർ ദാൻ വിൻഡോസ് 10 ആൻഡ് വിൻഡോസ് സെർവർ 2, then it will also require the Visual C++ redistributable. അതായത് നിങ്ങൾ വിൻഡോസ് 10 താഴെയാണ്, വിൻഡോസ് 7 വിൻഡോസ് 8 ഒക്കെ ആണെങ്കിൽ നമുക്ക് വിഷ്വൽ C++ റീഡിസ്ട്രിബ്യൂട്ടൽ, അതായത് അതൊരു പ്രത്യേകം പാക്കേജാണ്. ആ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലേ മാത്രമേ നമുക്ക് ഡോട്ട് നെറ്റ് കോർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ദിസ് ഡിപ്പെൻഡൻസി ഈസ് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ഫോർ യു ഇഫ് യു യൂസ് ദ ഡോട്ട് നെറ്റ് കോർ ഇൻസ്റ്റാളർ. ഓക്കെ, ഡോട്ട് നെറ്റ് കോർ ഇൻസ്റ്റാളർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻസി ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാനുവലി ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ പ്രീ റിക്വസൈസ് വിത്ത് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് ഡോട്ട് നെറ്റ് കോർ ആപ്ലിക്കേഷൻസ് യൂസിങ് ദ ഡോട്ട് നെറ്റ് കോർ SDK യു ക്യാൻ യൂസ് എനി എഡിറ്റർ ഓഫ് യുവർ ചോയ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് എഡിറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു IDE ഉണ്ട്, പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്. അത് ആക്ച്വലി വിഷ്വൽ സ്റ്റുഡിയോൻ്റെ ഒരു പോർട്ടബിൾ വെർഷൻ ആണെന്നും വേണമെങ്കിൽ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ 2015, വിഷ്വൽ സ്റ്റുഡിയോ 2017 ആണ് ഇതിൽ വേണമെന്ന് പറഞ്ഞത്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ 2022 ആണ്. സോ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ 2022 പോവാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് 2015 ആണോ 2017 ആണെങ്കിൽ നോ പ്രോബ്ലം. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് 2022 ആണ്.
ഓക്കെ. അപ്പോൾ എൻവയോൺമെന്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു പഴയ ട്യൂട്ടോറിയലാണ്. ഇതിനകത്ത് അവർ 2015 ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് 2022 ആണ്. ഓക്കെ. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം. അതിനകത്ത് കയറിയിട്ട് നമ്മളിവിടെ വിഷ്വൽ സ്റ്റുഡിയോ 2022 ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്. .NET Core നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലും ചെയ്യാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ 2022 ചെയ്യുന്നതാണ് നല്ലത്. അതായത് മെയിൻ വിഷ്വൽ സ്റ്റുഡിയോ .NET Core ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം .NET Coreനകത്ത് ഇഷ്ടം പോലെ ടൺസ് ഓഫ് അസംബ്ലി പാക്കേജസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി സാധനം കാണും. പക്ഷേ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഓരോന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇതൊരു ബണ്ടിൽ പാക്കാണ് ഈ വിഷ്വൽ സ്റ്റുഡിയോ 2022 വരുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, എന്റർപ്രൈസ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഫ്രീ വെർഷനാണ് യൂസ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് പോയാൽ മതി. അതായത് നമുക്ക് ഫോർ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഫോർ ലേണേഴ്സ്, ഫോർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി പേജ് ആയിരിക്കും നോക്കുന്നത്, കമ്മ്യൂണിറ്റി ID ആയിരിക്കും നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്റർപ്രൈസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് ഫ്രീ അല്ല, ഫ്രീ ട്രയലാണ്. അത് പ്രൈസിങ് കൊടുക്കണം. ഇവിടെ നമുക്ക് ഫ്രീ ഡൗൺലോഡ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ന്യൂ ടു വിഷ്വൽ സ്റ്റുഡിയോ ആണെങ്കിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, വിഷ്വൽ സ്റ്റുഡിയോ പുതിയ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതി. ഓക്കെ. ഇപ്പോൾ ഇവിടെ എൻ്റെ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു. ബിഫോർ യു ഗെറ്റ് സ്റ്റാർട്ട് വി നീഡ് ടു സെറ്റപ്പ് എ ഫ്യൂ തിങ്സ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ഇത് ആഡ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു സെറ്റപ്പ് ഇൻസ്റ്റാളർ മാത്രമേ ഡൗൺലോഡ് ആയിട്ടുള്ളൂ. ഇനി അല്ലാതെ നമുക്ക് കുറേ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യം വേണം, എന്തൊക്കെയാണ് നമുക്ക് പാക്കേജസ് വേണ്ടതെന്ന് ആദ്യം നമ്മുടെ അടുത്ത് ചോദിക്കും. അത് ചോദിച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് കുറച്ച് ടൈം എടുക്കും തരാനായിട്ട്. ഓക്കെ. അപ്പം നമുക്ക് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസിനകത്ത് ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വെബ് ആൻഡ് ക്ലൗഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ASP.NET ആൻഡ് വെബ് ഡെവലപ്മെന്റ് ഉണ്ട്, പൈത്തൺ ഡെവലപ്മെന്റ് ഉണ്ട്, Node.js ഡെവലപ്മെന്റ് ഉണ്ട്, Azure ഡെവലപ്മെന്റ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ .NET ഡെസ്ക്ടോപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്, വിൻഡോസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, മൊബൈൽ ഡെവലപ്മെന്റ് വിത്ത് C++. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം വേണ്ടത്, നിങ്ങളുടെ പ്രോജക്റ്റിന് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് വേണ്ടത്, അത് നിങ്ങൾ ഇവിടെ ടിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് ASP.NET ആൻഡ് വെബ് ഡെവലപ്മെന്റ് ആണ്. കാരണം ബിൽഡ് വെബ് ആപ്ലിക്കേഷൻസ് യൂസിങ് ASP.NET Core, ASP.NET, HTML, JavaScript. അപ്പം എനിക്കിത് വേണം. എനിക്ക് വേണമെങ്കിൽ പൈത്തൺ ഡെവലപ്മെന്റ് ഇരിക്കാം, അത് കുഴപ്പമില്ല. പൈത്തൺ ഡെവലപ്മെന്റ് ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. .NET ഫ്രെയിംവർക്ക് 4.8, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ഷെയർ എല്ലാം ഇതിനകത്തുണ്ട്. വേണമെങ്കിൽ നമുക്ക് .NET 7 എടുക്കാം. ഞാനിവിടെ .NET 8 എടുക്കാം. കാരണം നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന വെബ് അസംബ്ലി എനിക്ക് തോന്നുന്നു .NET 8 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. .NET 9.0 എന്ന് പറയുന്നത് ബീറ്റ വെർഷനാണ്. സോ .NET 8 ആണ് ഇപ്പോഴത്തെ സ്റ്റേബിൾ വെർഷൻ ഇരിക്കുന്നത്. സോ അത് ഞാനിവിടെ ടിക്കിടാം. പിന്നെ പൈത്തണിൽ വന്നു കഴിഞ്ഞാൽ പൈത്തൺ ഔട്ട് ഓഫ് സപ്പോർട്ടാണ്, പൈത്തൺ 364 ബിറ്റ്. പൈത്തണിലും നിങ്ങൾക്ക് .NET ചെയ്യാൻ പറ്റും വിഷ്വൽ സ്റ്റുഡിയോയിൽ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബിൽഡ് WPF വിൻഡോസ് ഫോംസ് ആണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. അതായത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ചെയ്യുന്നില്ല, വെബ് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത്രയും സാധനം കൊടുത്തിട്ട് ഇതിനകത്ത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ സ്പേസ് റിക്വയർഡ് ചെയ്യുന്നത് 10.6 GB ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ വൈൽ ഡൗൺലോഡിങ് അല്ലെങ്കിൽ ഡൗൺലോഡ് ഓൾ ദെൻ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റാൾ വൈൽ ഡൗൺലോഡിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റെ ഇതിനകത്ത് സീല് 24 GB ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും.
ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ലോഞ്ച് ചെയ്യും. ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം സ്കിപ്പ് ദിസ് ഫോർ നൗ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് തീം ചൂസ് ചെയ്യാൻ പറയും, അതായത് IDEയുടെ തീം. ഞാനിപ്പോൾ ഡാർക്കാണ്, ഞാൻ കൂടുതലും ഡാർക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീഫോൾട്ട് ബ്ലൂ ആണ്, ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡാർക്ക് ആയിരിക്കും. എനിക്ക് ഡാർക്ക് ആണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് വിഷ്വൽ സ്റ്റുഡിയോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർമലി നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ആവുന്ന വിൻഡോ ഇതായിരിക്കും. ഫസ്റ്റ് വിൻഡോ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നമുക്ക് ക്ലോൺ എ റെപ്പോസിറ്ററി, അതായത് നമുക്ക് ജിറ്റ് ഹബിലോ അഷ്യൂർ ഡെവോപ്സിലോ വല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്ലോൺ ചെയ്യാം. പിന്നെ ഓപ്പൺ എ പ്രോജക്റ്റ് ഓർ സൊല്യൂഷൻ, എക്സിസ്റ്റിംഗ് സൊല്യൂഷനോ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ എടുക്കാം. ഓപ്പൺ എ ലോക്കൽ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അവിടെ ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കൺസോൾ ആപ്പ് ഉണ്ട്, ബ്ലേസർ വെബ് ആപ്പ് ഉണ്ട്, .NET ആപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ API എന്ന് പറഞ്ഞതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ASP.NET Core വെബ് API ആണ്. കാരണം ഞാൻ ഇവിടെ വെബ് API ആണ് ചെയ്യുന്നത്. ബാക്ക് എൻഡിൽ ആക്ച്വലി ഡേറ്റാബേസും ആ സംഭവങ്ങളും വെബ് APIയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. UI എല്ലാം ചെയ്യുന്നത് ആംഗുലറിലായിരിക്കും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.